ചെറിയൊരു ചിലപ്പോ ഉമ്മ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഉമ്മ പെട്ടെന്ന് ഭയങ്കര ദേഷ്യപ്പെടും. ചെറിയൊരു റീസൺ ആയിരിക്കും. അപ്പൊ പെട്ടെന്ന് നമ്മളിപ്പോ ട്രാവൽ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നല്ലൊരു മൂഡിൽ പെട്ടെന്ന് ഉമ്മ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഹേർട്ട് ആവും. കറക്റ്റ്, അത് ശരിയാണ്. ആ ഒരു സന്തോഷത്തിലുള്ള ആ ഒരു ഇത് പെട്ടെന്ന് ഉമ്മാന്റെ ഈ സംസാരം കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമൊക്കെ വന്ന് നമ്മുടെ മൂടങ്ങ് പോകും അല്ലേ? അയ്യോ എന്താണോ അവ ഉമ്മ ഇങ്ങനെ പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉമ്മക്ക് ഒന്നും ഉമ്മ അത് പറഞ്ഞ ആളെ ആയിരിക്കില്ല. പക്ഷെ എന്താണ് ഉമ്മാന്റെ പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിച്ചു. എനിക്ക് തോന്നി എനിക്കുണ്ട് ചിലപ്പോ. ഞാൻ പറയാം കുറെ ദിവസം വരാതിരുന്നിട്ട് ഒരു ദിവസമൊക്കെ ഇന്ന് ഷൂട്ടിംഗ് ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, എന്നാ പിന്നെ നിനക്കൊന്ന് വന്നുകൂടായിരുന്നു തിരുവനന്തപുരം വരെ എന്നൊക്കെ ഞങ്ങളൊക്കെ ചോദിക്കുന്ന ചോദ്യം തന്നെയാണെന്ന് തോന്നുന്നു. ചേച്ചി പറയട്ടെ. ഉമ്മ തനിച്ചിരിക്കുമ്പം നിങ്ങളെ ആരെയും കണ്ടില്ല, ആരും ഇല്ല, നമ്മുടെ കൂടെ ആരും ഇല്ല എന്നുള്ള ഒരു വിഷമമായിരിക്കും. പക്ഷെ എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ട്. അപ്പൊ ഇപ്പോഴല്ലേ ഇപ്പൊ 9-10 മാസമല്ലേ ആയുള്ളൂ. അപ്പൊ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ വിട്ടുപോകുമ്പം ആരും ഇല്ലല്ലോ, നമ്മൾ തനിച്ചായിപ്പോയല്ലോ, അപ്പൊ അവര് ഉടനെ ഇനി വന്നാ എന്ത് എന്നൊക്കെ അവർക്ക് തോന്നുമായിരിക്കാം. ഇല്ലെന്ന് ഞാൻ പറയില്ല. അതിന്റെ ഒരു വിഷമമായിരിക്കാം. അത് മോള് പറഞ്ഞതുപോലെ ആ ഉമ്മ മനസ്സിലാക്കി അതെന്താണ് എന്നുള്ളത് നിങ്ങളടുത്തും കൂടെ പറഞ്ഞാല് നിങ്ങൾക്ക് നല്ലത്, ഉമ്മയ്ക്കും നല്ലത്. അല്ല അതെന്താ അറിയോ, മോള് പറഞ്ഞില്ലേ തിരിച്ചു വരുമ്പോ ആ ഉമ്മയല്ല എന്ന്. ഇത് തന്നെയാണ് എന്റെ വീട്ടിൽ സംഭവിക്കുന്നത്. കാരണം കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും, കഷ്ടം ഇന്നലെ വരെ ജോലി ചെയ്ത പിള്ളേർ ഇന്നൊരു ദിവസം റെസ്റ്റ് കിട്ടി പാവ അവരൊന്ന് നല്ലോണം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യട്ടെ, എന്തിനാണോ എന്തോ ഞാൻ ചോദിച്ചത് എന്നെന്ന് പിന്നെ നമുക്ക് തന്നെ തോന്നും. അതാണ് തിരിച്ചു വരുമ്പോ ഉമ്മ വേറെ ഒരിതൊന്നും അല്ലാത്ത ഉമ്മയായി നിൽക്കുന്നതിന്റെ കാര്യം. പിന്നെ ഉമ്മയ്ക്ക് തോന്നും അയ്യോ ഞാൻ പെട്ടെന്ന് അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നും. ഇതൊക്കെ സ്വാഭാവികമാണ് മോളെ. ഉമ്മ എന്ത് പറയണമെന്ന് വെച്ചാൽ അത് പറയണം. ഇല്ല അങ്ങനെ തോന്നാറുണ്ടോ ശരിക്കും? ഇല്ല അങ്ങനെ തോന്നാറില്ല, ഒന്നും തോന്നിയിട്ടില്ല. അങ്ങനെ പോകാറില്ല അവള്. എന്നെ വിട്ടിട്ട് പോകാറില്ല. ഞാൻ എപ്പോഴും കൂടെ എപ്പോഴും ഉണ്ടാവുള്ളൂ. എപ്പോഴും ചെറിയ അല്പം മാറി നിൽക്കാൻ ഇഷ്ടമല്ല. അവൾ എങ്ങോട്ട് പോകണത് ഇഷ്ടമല്ല. താജിനില്ലേ ഇഷ്ടമല്ല. ആ പൊസസീവ്നെസ് കൊണ്ടാണ് കേട്ടോ മോളോടുള്ള. എനിക്ക് അതറിഞ്ഞാ മതി, എന്താണെന്ന് അറിഞ്ഞാ മതി. ചോദിച്ചാ പോരെ? അല്ല ഒരുപക്ഷെ ഉമ്മ ഈ പറഞ്ഞോണ്ടല്ല അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ വിചാരിച്ചിട്ടാണ് ഇതുവരെ ചോദിക്കാതിരുന്നത്. പിന്നെ എന്തെങ്കിലും കാര്യം വേണ്ടേ ചോദിക്കാൻ, അതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു. എനിക്ക് തോന്നുന്നത് 100% ഈ പറഞ്ഞ പോലെ ദേഷ്യപ്പെടുന്നത് പോലും ഉമ്മ അറിയുന്നില്ല. ഉമ്മയുടെ ആ ഒറ്റപ്പെടലാണ്. ഇവരെവിടെ പോയി, ഇനി എപ്പോ വരും, അതുവരെ ഇവിടെ ആരും ഇല്ലല്ലോ, ഇവളെവിടെ പോയിരിക്കുക, എപ്പോഴാ വരിക എന്നൊക്കെയുള്ള ഒരു ചിന്തയില്ലേ? അത് മാത്രമല്ല നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ട് അതാണ് ഈ കൂടുതൽ സ്നേഹമാണ് ഇതിന്റെ ഇത്. അല്ല എല്ലാവരോടും ദേഷ്യപ്പെടും. 3 ആൺമക്കളാണ്, അവരോട് 3 ആളോടും ഭയങ്കര ദേഷ്യപ്പെടും. പക്ഷെ എന്റെ അടുത്ത് അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പൊ പെട്ടെന്ന് അങ്ങനെ ഫോൺ ചെയ്യുമ്പോ എനിക്കെന്താ വിഷമം തോന്നാറുണ്ട്. വന്നു കഴിഞ്ഞാൽ ഞാനും അതിനെക്കുറിച്ച് സംസാരിക്കില്ല. മനോട് ദേഷ്യപ്പെട്ട എന്താന്നൊന്നും ഞാൻ ചോദിക്കാൻ പോവില്ല. ഇത് കേട്ടിടത്തോളം എനിക്ക് തോന്നുന്ന ഇതാണ്, ഉമ്മ തന്നെ അറിയുന്നില്ല ദേഷ്യപ്പെടുന്നത്. പോയി അവള് പോയല്ലോ എന്റെ അടുത്ത് നിന്നുള്ള സങ്കടം, ഒരു പരിഭവമായിരിക്കും. പരിഭവം ദേഷ്യരൂപേണ അങ്ങ് വന്നു പോകുന്നതാണ്. പിന്നെ ഉമ്മ സ്വയം മനസ്സിലാക്കുമ്പോ മോള് തിരിച്ചു വരുമ്പോ ആ ഉമ്മയേ അല്ല. അതാണ് എന്നെ ഇട്ടിട്ട് പോയല്ലോ നല്ലൊരു പരിഭവം, അത്രേ ഉള്ളൂ. ഭാഗ്യവതി എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യവതിയായ ഒരു പെൺകുട്ടിയാണ് ഫാത്തിമ സുൽഫിയ. കാരണം എനിക്ക് തോന്നുന്നു ഉമ്മ ഈ 3 ആമക്കളാണ് ഉമ്മയ്ക്ക്. അപ്പൊ എപ്പോഴെങ്കിലും ഒരു മകൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ആഗ്രഹിച്ച് കൊതിച്ചിരുന്നപ്പോഴായിരിക്കും ജാനി ഫാത്തിമയുടെ കൈയൊക്കെ പിടിച്ചു വന്നത്. അപ്പം എപ്പോഴും അമ്മമാര് കുറച്ചും കൂടി കംഫർട്ടബിൾ ആകുക പെൺമക്കളുടെ അടുത്താണ് എന്ന് കുറച്ചു പേരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് അങ്ങോട്ട് മാറുമ്പോൾ ഉള്ളൊരു ചെറിയ സങ്കടം, അത്രയേ ഉള്ളൂ അല്ലേ അമ്മ? അതെ അതെ. അപ്പം ഇനിയിപ്പം ഉമ്മ എന്ത് ചെയ്യും? സുൽഫിയ മാറിക്കഴിയുമ്പോ ഇനി ഇതുപോലെ തന്നെ ഇറിറ്റേറ്റഡ് ആവോ? പിന്നെ അതിലൊരു സൂത്രമുണ്ട് കേട്ടോ, അങ്ങനെ ഉമ്മ ദേഷ്യപ്പെടുമ്പം സുൽഫിയക്ക് അറിയാം, അതുകൊണ്ട് വേഗം സുൽഫിയ തിരിച്ച് വീട്ടിലെത്തുകയും ചെയ്യും. അല്ല അങ്ങനെ പോകാറില്ല, ഒരു ദിവസം പോവില്ല, അങ്ങനെ പോവില്ല അവരെ വീട്ടിലേക്ക്. അല്ല ഉമ്മ ഇങ്ങനെയൊക്കെ പോകേണ്ട ചില സാഹചര്യങ്ങൾ വരത്തില്ലേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ? എപ്പോഴും നമുക്ക് കൂടെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, അവർക്ക് എവിടോട്ടെങ്കിലും ഒക്കെ പോകേണ്ടി വരത്തില്ലേ? അമ്മ എന്നെ ഭയങ്കര നിർബന്ധിക്കും ജോലിക്ക് പോകണം, നിർബന്ധമാണ് മകൻ. പക്ഷെ പോയി കഴിഞ്ഞാൽ അമ്മക്ക് ഇഷ്ടമല്ല അത്. അതുമാന്റെ സംസാരത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എവിടെയെങ്കിലും പോകുമ്പോ ഈ അമ്മായി അമ്മ എന്നുള്ള അതൊരു ബോർഡ് എഴുതി വെച്ചിട്ട് പോകും.
ഇല്ല ഡോക്ടർ, ഇതൊരു ചെറിയ തോതിലുള്ള ഒരു പ്രശ്നം തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഒരു ചെറിയ പ്രശ്നമാണെങ്കിലും ചിലപ്പോ ഇത് കുറച്ചു നാളത്തേക്ക് ഇവർ അകന്നു നിന്നാൽ ചിലപ്പോ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് നമ്മളത് മുളയിലെ നുള്ളിക്കളയുന്നതാണ് നല്ലത്. അതുകൊണ്ട് എന്തായാലും ഈ പ്രോഗ്രാമിന് ശേഷം ഡോക്ടറിന്റെ അടുത്ത് വേണ്ടി വരും. വന്നിട്ട് ചെറിയൊരു കൗൺസിലിംഗ് അല്ലെ, എന്താണ് എന്ന് നമുക്ക് അറിയില്ല. നമുക്ക് പലപ്പോഴും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാനാണ് ഡോക്ടറിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉള്ളത്. കാര്യം ഇവളിങ്ങനെ എഴുതിയല്ലോ എന്നെ പറ്റി എന്ന് ഉമ്മയ്ക്കും തോന്നാൻ പാടില്ല. ഞാൻ അങ്ങനെ എഴുതിയത് ഉമ്മയ്ക്ക് വിഷമായോ എന്ന് ഫാത്തിമയ്ക്കും തോന്നാൻ പാടില്ല. അതുകൊണ്ട് പ്ലീസ് കം. ചിലപ്പോൾ ഇത് നടക്കുന്ന ഒരു സംഭവമാണ്. ഇവര് ഇറങ്ങുമ്പോ പറയും ഇന്നടത്ത് പോയിട്ട് 1 മണിക്കൂറിനുള്ളിൽ വരുമെന്ന്. ഈ ഇറങ്ങിക്കഴിഞ്ഞായിരിക്കും അവര് പോകുമ്പോഴത്തേക്ക് എന്നാ ശരി തിരിച്ചു വരുമ്പോ എവിടെങ്കിലും കയറി വന്ന് ഭക്ഷണം കഴിച്ചു. അപ്പൊ എനിക്കിവിടെ ടെൻഷനാ. ഇല്ല, എനിക്ക് പെൺകുട്ടികളില്ലല്ലോ. അപ്പൊ 3 ആൺകുട്ടികൾ, ഞങ്ങൾ മാത്രം, ഞങ്ങൾ 5 ആള് മാത്രം. ഇപ്പൊ 6 ആളുണ്ട്. ഇപ്പൊ 5 ആളായിരുന്നു ഞങ്ങള്. ഇപ്പൊ മോളും ഉണ്ട്. അപ്പൊ മോള് വേറെ ആരുള്ളൂ, ഞങ്ങള് ഒപ്പമായിരിക്കണം. എന്നാലും ഫാത്തിമ ഭാഗ്യമുള്ളൊരു കുട്ടിയാണ്. കാരണം ജാനിയെ കൈപിടിച്ചു വന്നതിന്റെ സന്തോഷം ആദ്യമേ പറഞ്ഞു. അത് അള്ളാഹുവിനോട് ആദ്യമേ നന്ദി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പൊ അത് ആ ഒരൊറ്റ വാചകം പോരെ എന്തുമാത്രം സന്തോഷിക്കുന്നു എന്നറിയാൻ. ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയുകയാണെന്നാണ്. അപ്പൊ ജാനിയും ഉമ്മയും എല്ലാം അതുപോലെയാണ് മോളെ നോക്കുന്നതെന്നുള്ള ഇവിടെ വേറെ തെളിവൊന്നും വേണ്ട. ഇവര് തമ്മില് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയും അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾ എവിടെങ്കിലും പോകുമ്പോ ഇങ്ങനെ ഉമ്മ പെട്ടെന്ന് വേഗം വാ മോനെ എന്നൊക്കെ പറയുന്നതിലാണോ ഒരു ചെറിയ സങ്കടം? അല്ല, അങ്ങനെ വേഗം വാന്നൊന്നും പറയാറില്ല. തിരിച്ചു വരാൻ പറഞ്ഞ് വിളിക്കാറൊന്നുമില്ല. പക്ഷെ വിളിക്കണ കോളില് ചിലപ്പോ ഒരു സ്വരവ്യത്യാസം ഉണ്ടാവും. ചില അമ്മായിയമ്മമാർക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും എന്റെ മരുമക്കളെ കുറച്ചും കൂടി കൂടുതൽ ഞാനും സ്നേഹിക്കേണ്ടതല്ലേ എന്ന്. എല്ലാ പെൺകുട്ടികൾക്കും സ്നേഹമയ്യായ അമ്മമാരെയും എല്ലാ അമ്മമാർക്കും ഇതുപോലെ സുൽഫിയെ പോലെ സ്നേഹമുള്ള മക്കളെയും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഉമ്മ. താങ്ക് യു.